സംസ്ഥാനത്ത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റ് അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിർണായക ഉത്തരവാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പിൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ നടത്തിയ കൂട്ട സ്ഥലംമാറ്റത്തിനാണ് കോടതി ഇപ്പോൾ അടിയന്തരമായി ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും റവന്യൂ വകുപ്പിന്റെയും ഈ ധൃതി പിടിച്ച തീരുമാനത്തിനാണ് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റിരിക്കുന്നത്. മുൻപ് പ്രതിപക്ഷ നേതാവായിരിക്കെ നിയമസഭയ്ക്കകത്തും പുറത്തും മുൻ സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകളെയും ധിക്കാരപരമായ തീരുമാനങ്ങളെയും നിരന്തരം ചോദ്യം ചെയ്തിരുന്ന വി.ഡി. സതീശനെ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലെത്തിയപ്പോൾ അതേ കോടതി തന്നെ പൂട്ടിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച കൊഴുക്കുന്നത്. ഭരണം മാറിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലെ തന്നിഷ്ടങ്ങൾക്ക് കോടതികൾ വഴങ്ങില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ വിധിയിലൂടെ വ്യക്തമാകുന്നത്. ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കോടതി പൂട്ടിയതോടെ പുതിയ സർക്കാർ വലിയൊരു പ്രതിരോധത്തിലായിരിക്കുകയാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർ പുറപ്പെടുവിച്ച വിവാദ ഉത്തരവ് പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയായിരുന്നു എന്നത് പുതിയ സർക്കാരിന് തുടക്കത്തിൽ തന്നെ വൻ നാണക്കേടായി മാറി. റവന്യൂ വകുപ്പിലെ 181 തഹസിൽദാർമാരെയും സീനിയർ സൂപ്രണ്ടുമാരെയും ഒരൊറ്റ ഉത്തരവിലൂടെ ദൂര സ്ഥലങ്ങളിലേക്ക് തെറിപ്പിച്ച നടപടിയാണ് കോടതി മരവിപ്പിച്ചത്. ഒരു പൊതുസ്ഥലം മാറ്റം നടത്തുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ നിയമം അതിന്റെ കരട് പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കണമെന്നുള്ളതാണ്. ജീവനക്കാർക്ക് എന്തെങ്കിലും പരാതികളോ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ സമയം നൽകണമായിരുന്നു. എന്നാൽ പുതിയ ഭരണത്തിന്റെ തിടുക്കത്തിൽ ഈ നിയമപരമായ കീഴ്വഴക്കങ്ങളോ ജനാധിപത്യ മര്യാദകളോ ഒന്നും റവന്യൂ വകുപ്പ് കണക്കിലെടുത്തില്ല. ആരുടെയും പരാതി കേൾക്കാൻ നിൽക്കാതെ ഏകപക്ഷീയമായി അന്തിമ പട്ടിക ഇറക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതിനെതിരെ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചപ്പോൾ പ്രകൃതി ദുരന്തങ്ങളും കനത്ത മഴയും നേരിടാൻ വേണ്ടിയുള്ള അടിയന്തര നീക്കമാണ് എന്ന വിചിത്രമായ ന്യായീകരണമാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ നിരത്തിയത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ് ഈ അടിയന്തര സ്ഥലം മാറ്റമെന്ന് സർക്കാർ വാദിച്ചെങ്കിലും കനത്ത മഴയോ ദുരന്ത നിവാരണ സാഹചര്യങ്ങളോ നിയമലംഘനത്തിലുള്ള ലൈസൻസ് അല്ലെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അംഗം എൻ വാസുദേവൻ വ്യക്തമാക്കുകയായിരുന്നു. കോടതിയുടെ ഈ സ്റ്റേ ഉത്തരവോടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നാളുകളിലെ ഒരു പ്രധാന തീരുമാനത്തിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഉത്തരവ് വരുന്നതിന് മുൻപ് പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് ചുമതല ഏറ്റെടുത്ത കുറച്ചുപേരൊഴികെ ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ സർക്കാരിന് ഇനി ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. കോടതി ഉത്തരവോടെ സ്ഥലം മാറ്റ നടപടികൾ പൂർണ്ണമായി മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റവന്യൂ വകുപ്പിലെ ഇടത് യൂണിയനുകൾ ഈ കൂട്ട സ്ഥലമാറ്റത്തിനെതിരെ വലിയ അമർഷം ഉയർത്തുന്നതിനിടയിലാണ് കോടതിയുടെ ഈ പ്രഹരം വരുന്നത് എന്നത് ശ്രദ്ധേയവുമാണ്. മുൻപ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ നിയമം പഠിപ്പിച്ച വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ നാളുകളിൽ തന്നെ കോടതിയിൽ നിന്ന് ഇത്തരം ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന LDFന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറും. നിയമപരമായ വഴിയിലൂടെ അല്ലാതെ ഉദ്യോഗസ്ഥരെ പന്താടാൻ നോക്കിയാൽ ഭരിക്കുന്നത് ആരായാലും കോടതി ഇടപെടുമെന്ന് തെളിയിക്കുന്നതാണ് ഈ വിധി. വരും ദിവസങ്ങളിൽ പുതിയ സർക്കാരിനെ കൂടുതൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന ഒന്നായി ഈ കോടതി വിധി മാറുമെന്നതിൽ തർക്കമില്ല.